ഇതേ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രോബെറി പുഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് സോയ മിൽക്കാണ്. ഞാനൊരു 1/2 ലിറ്ററാണ് എടുത്തേക്കുന്നത്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുഴുവൻ പാലും അതിലേക്ക് ചേർക്കാം. അതേപോലെ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് സ്ട്രോബെറി അരച്ച് ചേർത്തതാണ് ചേർക്കുന്നത്. ഒരു 15 സ്ട്രോബെറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തത്. ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സീഡ് കളഞ്ഞിട്ട് തന്നെ അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിനായി ഞാൻ ചേർക്കുന്നത് തേനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാവുന്നതാണ്. മധുരത്തിന്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മളൊരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ആ സ്ട്രോബെറിയുടെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഞാനൊരു 3/4 ഗ്ലാസ് സോയ മിൽക്കിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തീ നമ്മൾ ലോ ഫ്ലെയിമിലേക്കാണ് വെക്കേണ്ടത്. ഇനി കുറച്ച് സ്ട്രോബെറി കഷ്ണങ്ങളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ പുഡിംഗ് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു പിങ്കിഷ് കളർ ഇല്ലെന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ നോക്കേണ്ടത് ടേസ്റ്റി ആണോ, അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നാണ് നോക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറുകി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പൊടി ഉപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയ ബൗളിലേക്ക് ഇത് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള ബൗൾ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ബൗളാണ്. ഈ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അതിനുശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഒരു 1.5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തപ്പോഴത്തേക്ക് സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കോക്കോ പൗഡറും കൂടി ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി കുറച്ച് കട്ട് ചെയ്ത സ്ട്രോബെറിയുടെ കഷ്ണങ്ങളും കൂടി ഞാൻ അതിന്റെ മുകളിൽ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.